ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ആ മെസ്സേജിന്റെ പിറകിൽ ചലിച്ചത് പരിശുദ്ധാത്മാവാണ്. ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടാകുന്നുണ്ടോ? ഉറപ്പായിട്ടും കർത്താവാണ് നിങ്ങളോട് ഇടപെട്ടിരിക്കുന്നത്. ഇന്ന് പകലിൽ ആരൊക്കെ എന്നോട് കൂടെ, ഈ നിമിഷം ആരൊക്കെ എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്നുവോ, ഈ സമയത്ത് ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുവോ, അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന എല്ലാ ടെസ്റ്റുകളും ടെസ്റ്റ് മണികളായി തീരട്ടെ. എല്ലാ പരീക്ഷകളും വിജയങ്ങളായി മാറട്ടെ, സാക്ഷ്യങ്ങളായി മാറട്ടെ. കർത്താവിനെ മുറുകെ പിടിച്ചോണ്ട് ദൈവാശ്രയ ബോധത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് അവർക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം വർദ്ധിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നിലനിൽക്കുന്ന വിശ്വാസം, ആ വിശ്വാസം വർദ്ധിക്കുവാൻ ഈ സർവീസ് ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫെയ്ത്ത് ലെവൽ ഇൻക്രീസ്ഡ് ആകണം, വർദ്ധിക്കണം. ഹൗ ടു ബിൽഡ് അവർ ഫെയ്ത്ത്, എങ്ങനെ എൻ്റെ വിശ്വാസത്തെ എനിക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും? എബ്രായർക്കെഴുതിയ ലേഖനത്തിന്റെ 11-12 അധ്യായങ്ങളിലെല്ലാം വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ നിങ്ങൾക്ക് കാണാം. അവർ വിജയിച്ചതെല്ലാം വിശ്വാസത്തിലാണ്. ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ഒന്നല്ല. വിശ്വാസം ഒരു വസ്തുവാണെന്ന് എഴുതിയിരിക്കുന്നത്. കാണാം, അത് വിശ്വാസം കാണാം, വിശ്വാസം അനുഭവിക്കാം. വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ആ നിലയിൽ നമ്മൾ വ്യത്യസ്തമായ സംഭവങ്ങൾ കാണുന്നുണ്ട്. രക്തസ്രവക്കാരിയാകുന്ന സ്ത്രീ യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടപ്പോൾ യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. അപ്പോൾ അവൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആർക്ക്? രക്തസ്രവക്കാരിയായ 12 വർഷം മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും സുഖം പ്രാപിക്കാതെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ സൗഖ്യമുണ്ടാകുമെന്ന് വിശ്വസിച്ച സ്ത്രീക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിനാൽ അവൾ സൗഖ്യം പ്രാപിച്ചു. എന്നാൽ വിശുദ്ധ ബൈബിളിൽ തന്നെ ഒരു കനാന്യ സ്ത്രീയെ നമുക്ക് കാണാം. കനാന്യവർഗത്തിൽപ്പെട്ട ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവമുണ്ട്, നീ അവളെ സുഖപ്പെടുത്തണം. നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അത് സാധിച്ചില്ല. യേശു അവളോട്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഉടനെ ആ സ്ത്രീ കർത്താവിനോട് പറഞ്ഞു, ഗുരുവേ, മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കും തിന്ന് നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. മറ്റൊരു സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ രോഗം സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലൊക്കെ നിനക്ക് ഭവിക്കട്ടെ. നിനക്കൊരു വലിയ വിശ്വാസം ഉള്ളത് കൊണ്ട് നീ ചോദിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. നിന്റെ ആഗ്രഹം പോലൊക്കെ, നിന്റെ ഇഷ്ടം പോലൊക്കെ സംഭവിക്കട്ടെ. അപ്പോൾ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്, വിശ്വാസത്തിന് വർധനവുകളുണ്ട്, കുറവുകളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ്, ഏത് നിലയിലാണ് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത്? അതിനെന്താണ് ഒന്നാമത് ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. ഇനിയുള്ള ഭാഗങ്ങൾ ഒരു 5 മിനിറ്റ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമേ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹൗ ടു ബിൽഡ് അവർ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തെ എനിക്കെങ്ങനെ ബിൽഡപ്പ് ചെയ്യാം? എൻ്റെ വിശ്വാസം എങ്ങനെ അതിലൊരു വർധനവുണ്ടാക്കാം? അതിൽ ദൈവവചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പോൾ വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. നല്ല കേൾവി
നല്ല വിശ്വാസം ഉണ്ടാക്കും. കെട്ട കേൾവി കെട്ട വിശ്വാസം ഉണ്ടാക്കും. അതുകൊണ്ട് നാം എന്താണ് കേൾക്കുന്നത്, നാം എന്താണ് കാണുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഒരു ശുശ്രൂഷകൻ, ഒരു സുവിശേഷകൻ എന്ന നിലയിൽ തിരുവെഴുത്തിൽ നിന്ന് വാക്യത്തിൻ്റെ അകമ്പടിയോടെയാണ് ഞാനിത് പറയുന്നത്. വെറുതെ എൻ്റെ ഒരു തോന്നൽ ഞാൻ പറയുകയല്ല. ഞാൻ എന്ത് കാണുന്നു, ഞാൻ എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണോ, എന്നിൽ അവിശ്വാസം ഉളവാക്കുന്നതാണോ? ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും എന്നിൽ വിശ്വാസം ഉണ്ടാക്കുന്നതാണോ, എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ? ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും എന്നിൽ വിശ്വാസ വർധനവുണ്ടാക്കുന്നതാണോ, അതോ എൻ്റെ മനസ്സിനെ ഇടിച്ചു കളയുന്നതാണോ? നിങ്ങൾക്കതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും തീരുമാന സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള യാതൊരു വസ്തുവകകളും സംഭവങ്ങളും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ദൈവമാണ്. ഒരിക്കലും മറ്റൊരു കാര്യത്തിലേക്ക് പോകരുത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ആ വിഷയമായിട്ട് പറയാം. വിശുദ്ധ ഗ്രന്ഥമായ ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ, ഈ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മ പ്രേരിതമായിട്ടാണ്. ഈ തിരുവെഴുത്തുകളുടെ പിറകിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എത്രയോ ലക്ഷോപലക്ഷം കോടാനകോടി കോടിക്കോടി ജനങ്ങളുടെ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. നാം കേട്ടതും കേൾക്കാത്തതും എത്രയോ ഉണ്ട്. ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ ആശ്വാസം പ്രാപിച്ചവർ, ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ സമാധാനം ഉണ്ടായി. ഇന്ന് വരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല, ബൈബിള് വായിച്ചപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയെന്ന്. ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഞാൻ വേറൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്, പക്ഷേ ബൈബിൾ വായിച്ചപ്പോൾ എൻ്റെ ആത്മഹത്യ പ്രേരണയിൽ ഞാൻ പിന്മാറി, ഞാനിപ്പോൾ വിശ്വാസത്തിൽ ജീവിക്കുന്നെന്ന്. വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് എല്ലാവരോടും വെറുപ്പ് തോന്നിയെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ എനിക്ക് വെറുപ്പുണ്ടായിരുന്ന, എനിക്ക് പകയുണ്ടായിരുന്ന വ്യക്തിയോട് ഞാൻ നിരപ്പ് പ്രാപിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിൻ്റെ പിറകിൽ, ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഓരോ പുസ്തകങ്ങളുടെയും പിറകിൽ ആ എഴുത്തുകാരൻ്റെ ഒരു ആത്മാവുണ്ട്. അത് ഉറപ്പാ പ്രിയപ്പെട്ടവരെ. ഞാൻ സെക്യുലർ ആയിട്ടുള്ള പുറമേയുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, സ്പിരിച്വലായ കാര്യങ്ങൾ പറയാം. നിങ്ങൾ റെയ്നാർഡ് ബോങ്കയുടെ പുസ്തകം വായിക്കൂ, അഗ്നിയാലുള്ള സുവിശേഷീകരണം എന്ന പുസ്തകം വായിക്കൂ, ഇവാഞ്ചലിസം ബൈ ഫയർ. ഉറപ്പായിട്ടും ആ പുസ്തകം അതിൻ്റെ അവസാന താളുകളിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുൻപ് സുവിശേഷം പറയണമെന്നും സുവിശേഷം അറിയിക്കണമെന്നുമുള്ള ഒരു പ്രേരണ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ആത്മാവിൽ ലഭിക്കും. കാരണം അതിശക്തമേറിയ സുവിശേഷകന്റെ ആത്മാവാണ് ആ പുസ്തകത്തിന്റെ പിറകിൽ വ്യാപരിച്ചിരിക്കുന്നത്. പാസ്റ്റർ ബെനിഹിൻ എഴുതിയ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റോ, പരിശുദ്ധാത്മ അനോയിന്റിംഗ് എന്ന പുസ്തകമോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് ഒരു ഇന്റിമസി ഉണ്ടാകും. ആ എഴുത്തുകാരന്റെ ആത്മാവ് ആ പുസ്തകത്തിന്റെ പിറകിൽ ചലിക്കുന്നുണ്ട്. ബില്ലി ഗ്രഹാമിന്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾ വായിക്കൂ. ബില്ലി ഗ്രഹാം എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. ഉറപ്പായിട്ടും നീതിയോടെയും വിശുദ്ധിയോടെയും ന്യായത്തോടെയും മനുഷ്യനെ അല്ല, എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്ന ബോധ്യം നിങ്ങളുടെ അകത്ത് ലഭിക്കും. ആ മനുഷ്യന്റെ ആത്മാവ് അതിൽ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ ആയിരിക്കണം ചെയ്യേണ്ടത്. എനിക്കറിയാം, മലയാളക്കരയിൽ അനവധി അനുഗ്രഹീതരായ ദൈവപുരുഷന്മാരുണ്ട്. അവർ വേദികളിൽ വന്നിട്ട് പോയി കഴിയുമ്പോൾ അവരുടെ ശുശ്രൂഷകൾ അനുഭവിച്ചവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. കാരണം അവരുടെ അകത്ത് വ്യാപരിക്കുന്ന അവരുടെ ദർശനങ്ങൾ, അവരുടെ വെളിപ്പാട്, അവരുടെ സ്പിരിറ്റ് അവിടെ മൂവ് ചെയ്യും. അതുകൊണ്ടാണ് തൊഴുകയോടെ പറഞ്ഞ എല്ലാവരുടെ കൈ പോയി കൈവപ്പ് മേടിക്കില്ല. എല്ലാം കണ്ടതെല്ലാം കാണാനും കേൾക്കാനും പോകരുത്. ഏത് ആത്മാവാണ്
അതിൻ്റെ പിറകിൽ ചലിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ആ മെസ്സേജിന്റെ പിറകിൽ ചലിച്ചത് പരിശുദ്ധാത്മാവാണ്. ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ദൈവത്തോടുള്ള സ്നേഹവും ഉണ്ടാകുന്നുണ്ടോ? ഉറപ്പായിട്ടും കർത്താവാണ് നിങ്ങളോട് ഇടപെട്ടിരിക്കുന്നത്. ഒരു സന്ദേശം കേട്ടപ്പോൾ നിങ്ങളുടെ അകം കീറി മുറിയപ്പെട്ട് പാപബോധമുണ്ടായോ? കുറ്റബോധവും പാപബോധവും ഉണ്ടായോ? അയ്യോ, ഞാൻ കുറവുള്ളൊരു മനുഷ്യനാ, ഞാൻ നന്നാകാനുണ്ട്, എനിക്ക് മാനസാന്തരപ്പെടണമെന്ന് തോന്നിയോ? അതിന്റെ പുറകിൽ പരിശുദ്ധാത്മാവാണ്, ദൈവമാണ്. അല്ലാതെ ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം വ്യാജമാണ്, ഇതെല്ലാം കളിപ്പീരാണ്, ഇതെല്ലാം തിന്മയാണ്. നിന്റെ വിശ്വാസ ജീവിതത്തെ ഇടിച്ചു കളയുന്നതും നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്തു കളയുന്നതുമായ പാട്ടുകൾ, പ്രസംഗങ്ങൾ, എഴുത്തുകൾ ദൈവീകമല്ല. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിനക്കുണ്ടാക്കുന്നതിന്റെ പിറകിൽ ദുഷ്ടനാണ്, ദൈവമല്ല. നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ ദൈവത്തിൽ നിന്നും പ്രാപിക്കുക പ്രിയമുള്ളവരെ.